തുടർന്നാണ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച കൊലപാതകം. അമ്പലമുക്കിലെ ചെടിവിൽപ്പന കടയിലാണ് ജീവനക്കാരി വിനിത മോളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ നാഗർകോവിലിന് സമീപം കാവൽക്കിണറിൽ നിന്ന് പ്രതി രാജേഷ് എന്ന രാജേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2022 ഫെബ്രുവരി 6 അന്നാണ് തിരുവനന്തപുരം അമ്പലമുക്കിലെ ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീത അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പതിവ് പോലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു വിനീത. ഇതുവഴി കടന്നുപോയ രാജേന്ദ്രൻ എന്ന കൊടും ക്രിമിനൽ അവിചാരിതമായി വിനീതയെ കണ്ടു. വിനീതയുടെ കഴുത്തിലെ സ്വർണമാലയിൽ അയാളുടെ കണ്ണുടക്കി. അത് കൈക്കലാക്കാനാണ് നിർദ്ദയം അയാൾ ആ യുവതിയെ കൊന്നുകളഞ്ഞത്. തമിഴ്നാട്ടിൽ 4 കൊലപാതക കേസുകളിൽ പ്രതിയായിരുന്നു രാജേന്ദ്രൻ. മറ്റു ചില ക്രിമിനൽ കേസുകളിലും അയാൾ ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അയാൾ വിനീതയെ കാണുന്നതും വിനീതയെ കൊലപ്പെടുത്തുന്നതും. വിനീതയുടെ ആ ദാരുണ മരണത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? വിനീത ജോലി ചെയ്തിരുന്ന ചെടിക്കടയുടെ അവസ്ഥയാണിത്. ഇന്ന് ആ ചെടിക്കടയില്ല. ആ സ്ഥാപനം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിരിക്കുന്നു. വിനീതയുടെ മരണത്തോടെ 2 പറക്കമുറ്റാത്ത കുരുന്നുകളും അനാഥമായി. ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണത്തിന് കീഴടങ്ങി 1 വർഷമാകുമ്പോഴേക്കുമാണ് വിധി കൊടും കുറ്റവാളിയുടെ രൂപത്തിലെത്തി വിനീതയുടെ ജീവനും കവർന്നെടുത്തത്. ആ ദാരുണ സംഭവത്തിന് ശേഷം വിനീതയുടെ മക്കൾക്ക് സഹായമായി ലഭിച്ച വീടാണിത്. ഈ വീട് നിറയെ വിനീതയുടെ ഓർമ്മകളാണ്. വിനീതയുടെ പ്രായമായ അച്ഛനും അമ്മയുമാണ് ആ കുഞ്ഞുങ്ങളുടെ ഏക തുണ. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം നേടി എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ അവർക്ക് ജീവിക്കണമെന്നും വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിക്കാൻ പറ്റാവും. അങ്ങനെ ഞങ്ങളുടെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ. ആ കുട്ടികൾക്കുള്ള 2 ആശ്രയം എന്ന് പറഞ്ഞാൽ അച്ഛനും പോയി അമ്മയും പോയി, പിന്നെ ആരുമില്ല. പിന്നെ എൻ്റെ ഒരു വരുമാനം, ഞാൻ ഒരു സെക്യൂരിറ്റി പണിക്ക് പോകും. ആ വരുമാനം കൊണ്ട് മാത്രമാണ് ഇപ്പം തൽക്കാലം കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കാലം കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പറയാം. വേറെ വരുമാനങ്ങളോ യാതൊന്നുമില്ല. അവർക്ക് പല ആഗ്രഹങ്ങളും കാണുമല്ലോ, അതൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ആഹാര സാധനം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ വരുമാനത്തിൽ കിട്ടത്തില്ല. ഇപ്പം മൂത്തവൻ 10ൽ പോകണം, ഇളയോൾ 8-8ാം ക്ലാസ്സിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചിലവിൽ തന്നെ പോകുന്നു. പിന്നെ പാർട്ടിക്കാർ വീട് വെച്ച് തന്നു. പിന്നെ അവർ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ അവർ വായിച്ചു തന്നു. കോഴിക്കോട് നടന്ന ഇത് നിസ്സാരമായിട്ട് ഒരു പെൺകുട്ടിയെ കൊന്നിട്ട്. അപ്പം ഞാൻ പറയണത് ശിക്ഷ, നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. എൻ്റെ മോട് കൊലപാതകം എന്ന് പറഞ്ഞവൻ 5ാമത്തെ കൊലയാണ് ചെയ്യണം എന്നാണ് പറയണത്. ശിക്ഷ കുറഞ്ഞു പോയതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. 2ാമത്തെ ഇപ്പോൾ പറയണ 56 മറ്റേ കേസിൽ 52, 56 കേസിൽ പ്രതി. അപ്പം ശിക്ഷ വളരെ കുറഞ്ഞത് പോയതുകൊണ്ട് ഇപ്പോൾ 2 കുടുംബത്തിൽ അവിടെയും ആ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കുടുംബത്തിലൊരത്താൻ 2 മക്കൾ അനാഥയായി. ഏത് നിമിഷവും അക്രമ സ്വഭാവം കാട്ടിയേക്കാവുന്ന പൈശാചികരായ ഇത്തരം മനുഷ്യർ നമുക്കിടയിൽ പതുങ്ങിയിരിപ്പുണ്ട്. അവരെ കൃത്യമായി കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് സംവിധാനം വേണം. ബിജുവിനും നല്ലൈമുരുകനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.